Hello students, now we are in a position to define Riemann net. A net is a function from a directed set to a given set. Here we have defined a direction in the set of all partitions of closed interval 0, 1, or refinement directs the set of all partitions on closed interval 0, 1. Now, while we were considering the set of all continuous functions over closed interval 0, 1, it can be any closed interval. Now here we consider closed interval 0, 1 only. If we have the function from closed interval 0, 1 like this, we will select a point from the first interval. Ti എന്നാണ് നിങ്ങൾ അവിടെ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ psi I എന്നാണ് പറയുന്നത്. Psi 1 from here, psi 2 from the second interval. Selection ഞാനൊരു ക്രോസ് മാർക്ക് ഉപയോഗിച്ചാണ് കാണിച്ചിരിക്കുന്നത്. Psi 3 from the third interval, psi I from the ith interval, and psi n from the last interval, and we will mark f of psi 1, and f of psi 1 into length of the first interval is this one, and we will mark this rectangle. Here the rectangle will be like this, and from the second interval we will take the point. This is the value of the function. Then mark the rectangle corresponding to f of psi 2 into width of the second interval, etc. We can plot all the rectangles. Then actually we have written f of psi I into ith interval ആണെങ്കിൽ this is the point psi I. Corresponding to psi I, we have f of psi I into length of the interval ai minus ai minus ai minus 1. ഈ ലെന്ത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് അവിടെ നമ്മൾ ഫോം ചെയ്യുക. f of psi I into, and that can be written as ith intervalന്റെ വിഡ്ത്ത് ai minus 1. ഡെൽറ്റ xi ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ xi, ഇവിടെ ഡെൽറ്റ ai എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അപ്പോൾ ആദ്യത്തെ ഇന്റർവെൽ രണ്ടാമത്തെ ഇന്റർവെൽ എല്ലായിടത്തും ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതിനെല്ലാം സം ചെയ്യുന്നു. സിഗ്മ i ഈക്വൽ ടു 1 to n. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഇത് നമ്മൾ റീമാൻ സം എന്ന് പറഞ്ഞ f of xi ഇൻറ്റു ഡെൽറ്റ xi എന്ന് പറഞ്ഞിരിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത പോയിന്റിനെ psi i എന്നാണ് വിളിച്ചിരിക്കുന്നത്. xi എന്നോ ti എന്നോ ഒക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ സെലക്ട് ചെയ്യുന്ന പോയിന്റിനെ ഇവിടെ psi i എന്ന് വിളിച്ചു. അപ്പോൾ ഫസ്റ്റ് ഇന്റർവെലിൽ നിന്ന് psi 1 സെലക്ട് ചെയ്തു, സെക്കൻഡ് ഇന്റർവെലിൽ നിന്ന് psi 2 സെലക്ട് ചെയ്തു, എക്സെട്ര. ith ഇന്റർവെലിൽ നിന്ന് psi I സെലക്ട് ചെയ്തു, ലാസ്റ്റ് ഇന്റർവെലിൽ നിന്ന് psi n സെലക്ട് ചെയ്തു. ദിസ് ഫോംസ് അനദർ സെറ്റ്, ആൻഡ് ദിസ് സീക്വൻസ് ഈസ് നോൺ ആസ് psi. സബ്സ്ക്രിപ്റ്റ് ഇട്ടിട്ട് ഈ പോയിന്റ്സിനെല്ലാം ഡിനോട്ട് ചെയ്യാൻ നമുക്ക് psi എന്ന് ഉപയോഗിക്കാം. പി പാർട്ടീഷൻ എഴുതിയ പോലെ psi 1 psi 2 psi n, അത് psi എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. നൗ ഇഫ് വി കൺസിഡർ ടു എലമെന്റ്സ്, പാർട്ടീഷൻ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെലക്ഷൻ വെക്ടർ psi ഉണ്ട് എന്ന് വിചാരിക്കുക, ആൻഡ് പാർട്ടീഷൻ ക്യൂ അനദർ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1. സെലക്ഷൻ വെക്ടറിനെ നമുക്ക് ഈറ്റ 1 ഈറ്റ 2 ഈറ്റ n ആണ്. ഈറ്റ n ആവണമെന്നില്ല, പാർട്ടീഷനിലെ ഇന്റർവൽസിന്റെ എണ്ണം ഡിഫറെന്റ് ആകാം. അപ്പൊ ഇതാണ് വേറൊരു പാർട്ടീഷനും അതിന്റെ സെലക്ഷനും എന്ന് വിചാരിക്കുക. പി psi ആൻഡ് ക്യൂ ഈറ്റ ആർ, here we define D as the collection of pairs like this. Partition and selection of points indicate ചെയ്യുന്ന സീക്വൻസ് ഓർ വെക്ടർ psi, അതിനെയാണ് നമ്മൾ ഡയറക്റ്റഡ് സെറ്റ് ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. പി psi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഈറ്റ എന്ന് നമ്മൾ പറയുന്നത് P is a refinement of Q. P is a refinement of Q ആകുമ്പോഴാണ് P psi greater than or equal to Q eta എന്ന് പറയും. P is a refinement of Q എന്നുള്ളത് ഒരു ഡയറക്റ്റഡ് സെറ്റിനെ ഡിഫൈൻ ചെയ്യും എന്ന് നമുക്ക് അറിയാമായിരുന്നു. സോ ദിസ് വിൽ ബി എ ഡയറക്റ്റഡ് സെറ്റ്. D ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ പാർട്ടീഷൻസ് ആൻഡ് പാർട്ടീഷൻ പോയിന്റ്സും കൂടെ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നു. P psi such that P partition of
ക്ലോസ്ഡ് ഇന്റർവൽ 0 1. ഇതാണ് നമ്മുടെ ഡയറക്റ്റഡ് സെറ്റ്. അത് ഡയറക്റ്റഡ് സെറ്റ് ആണെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ലെറ്റ് ദിസ് ബി ദ ഡയറക്റ്റഡ് സെറ്റ് ആൻഡ് വി ഡിഫൈൻ സിഗ്മ I equal to 1 to n f of psi I into ai minus ai minus 1. പി സൈ അല്ലേ ഇവിടുത്തെ ഒരു പോയിന്റ്. ഡയറക്റ്റഡ് സെറ്റിലെ ഒരു പോയിന്റ് n ആകുമ്പോൾ എസ് ഓഫ് എൻ എന്ന് നമ്മൾ പറയും. അതുപോലെ നമുക്കിപ്പോൾ എസ് ഓഫ് പി സൈ എസ് എൻ എന്ത് നെറ്റിന്റെ സീക്വൻസിന്റെ എന്ത് ടൈം എന്നൊക്കെ പറയുന്ന പോലെ നെറ്റിന്റെ എന്നിലെ വാല്യൂ എസ് ഓഫ് എൻ എസ് എൻ എന്നൊക്കെ എഴുതുന്ന പോലെ ഇപ്പൊ നമ്മുടെ ഡയറക്റ്റഡ് സെറ്റ് ഇതുപോലത്തെ എലമെന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പൊ പി സൈ എസ് ഓഫ് പി സൈ എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ തീരത്തിലൊക്കെ നമ്മൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള എസ് യു വി ഒക്കെ ഉപയോഗിച്ചില്ലായിരുന്നു. അപ്പൊ അതുപോലെ എസ് ഓഫ് പി സൈ എസ് എന്നിന് പകരമായിട്ടുള്ള ഒരു എൻ ഡയറക്റ്റഡ് സെറ്റിലെ മെമ്പർ ആകുമ്പോൾ എസ് എൻ എഴുതുന്ന പോലെ പി സൈ ഡയറക്റ്റഡ് സെറ്റിലെ മെമ്പർ ആകുമ്പോൾ ഇതിനെ എസ് പി സൈ എന്ന് വിളിക്കാം. എസ് പി സൈ ഈക്വൽ ടു സിഗ്മ I equal to 1 to n എഫ് ഓഫ് സൈ എ ഇൻറ്റു എഫ് is a real valued function on closed interval 0. So Riemann net in short we can define, consider all real valued functions on closed interval 0 1 and directed set collection of all partitions with the partition points in closed interval 0 1 and p psi is greater than or equal to q eta if and only if p is a refinement of q, where psi equal to psi 1 psi 2 etc psi n, eta equal to eta 1 eta 2 etc eta n are the selected points from the respective partitions of closed interval 0 1. Then p psi q eta പോലെയുള്ളതാണ് ഡയറക്റ്റഡ് സെറ്റിലെ പോയിന്റ്സ്. Then we define as this is a directed set or this relation greater than or equal to directs the set of all partitions over closed interval 0 1. അതിൽ പോയിന്റ്സിന്റെ കാര്യത്തിൽ അല്ല, പി ക്യൂ റിഫൈൻമെന്റ് എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ പ്രൂഫ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വി ഡിഫൈൻ ദ നെറ്റ് ബൈ എസ് ഓഫ് ഡയറക്റ്റഡ് സെറ്റിലെ പോയിന്റ് പി സൈ എസ് ഓഫ് പി സൈ ഈക്വൽ ടു സിഗ്മ I equal to 1 to n f of psi a into f given real valued function psi selected points f of psi a into പാർട്ടീഷനിൽ പോയിന്റ്സ് ഉണ്ട്, അവിടുത്തെ ith സബ് ഇന്റർവൽ ആണ് ai മൈനസ് ai മൈനസ് ഓഫ് psi a into ai മൈനസ് ai മൈനസ്. ഇതാണ് നമ്മൾ റീമാൻ സം എന്ന് പറഞ്ഞ റീമാൻ ഇന്റഗ്രലിൽ വേറൊരു നൊട്ടേഷൻ ആണെന്നേ ഉള്ളൂ ഡിഫൈൻ ചെയ്തിരുന്നത്. ആ റീമാൻ സമ്മിനെയാണ് നമ്മളിപ്പോൾ റീമാൻ നെറ്റ് എന്ന് പറയാം. അപ്പൊ പി റിഫൈൻമെന്റ് ആകുമ്പോൾ പോയിന്റ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റീമാൻ സമ്മിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ പോയിന്റ്സിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി നമുക്കിത് ഈ കാണുന്ന ഫംഗ്ഷൻ 0 1 എക്സ് ആക്സിസിന് പൊക്കത്തിൽ ബൗണ്ട് ചെയ്യുന്ന റെക്ടാംഗിൾസ് എല്ലാം ഓരോ സിംഗിൾ ലൈൻ ആവും എണ്ണം ഒത്തിരി കൂടി വരുമ്പോൾ. പി റിഫൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാ ശ്രദ്ധിക്കണ്ടേ, പിയിലെ സബ് ഇന്റർവൽസ് വലുതാവോ അല്ല ചെറുതാവോ ചെയ്യുന്നത്. പി റിഫൈൻമെന്റ് ആകുമ്പോൾ എവരി സബ് ഇന്റർവൽ ഓഫ് q is contained in some subinterval of every subinterval of p is contained in some subinterval of q, then p is a refinement of q എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിയിലാണ് കൂടുതൽ ഇന്റർവൽസ് ഉള്ളത്. അപ്പോൾ റിഫൈൻമെന്റ് ഉണ്ടാക്കി കൂടുതൽ റിഫൈൻമെന്റ്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഏരിയ ബൗണ്ടഡ് ബൈ അല്ലെ ഇന്റഗ്രൽ ഏരിയ അണ്ടർ ദ കർവ് ആണല്ലോ ഇന്റഗ്രൽ. അപ്പൊ ഇന്റഗ്രൽ എന്നുള്ള ഇവിടെ ഇപ്പൊ എററുണ്ട്. എറർ കുറയ്ക്കാൻ പോയിന്റ്സിന്റെ എണ്ണം കൂട്ടാനാണ് റിഫൈൻമെന്റ് നമ്മൾ ചെയ്യുന്നത്. പോയിന്റ്സിന്റെ എണ്ണം കൂട്ടുക, ഇത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് വരുന്നു. സോ ഇപ്പോ ഇങ്ങനെ ഒരു കർവ് വന്നാൽ 0യ്ക്കും ഇത് 0 ഇത് 1 0യ്ക്കും 1നും ഇടയ്ക്ക് ഇങ്ങനെ ഒരു കർവ് തന്നാൽ റെക്ടാംഗിൾസിന്റെ വിഡ്ത്ത് കുറയുന്ന അനുസരിച്ച് ഇത് സിംഗിൾ ലൈൻസ് ആവുക. ദെൻ സിംഗിൾ ലൈൻസ് ആയി നമുക്ക് റിഫൈൻമെന്റ് മോഡിഫൈ ചെയ്ത് വരുമ്പോൾ ഇത് സിംഗിൾ ലൈൻസ് ആയിട്ട് വരുക. ഒത്തിരി കൂടുക സെന്റൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ദ ഏരിയയും റീമാൻ ഇന്റഗ്രലും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതാണ് നമ്മൾ ഇപ്പോൾ റീമാൻ നെറ്റ് എന്ന് ഡിഫൈൻ ചെയ്ത് റീമാൻ നെറ്റ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക. എഴുതാൻ അധികമൊന്നുമില്ല. കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ 0 1 പരിഗണിക്കുക. ദെൻ ഡയറക്റ്റഡ് സെറ്റ് collection of all p psi, where p is a partition of closed interval 0 1, psi is the selected points of the subinterval, selected points form ചെയ്യുന്ന വെക്റ്റർ. Then direction p psi greater or equal to q eta if and only if p is a refinement of q. Then that is a directed set, അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതുപോലെ. ആൻഡ് എസ് പി psi ആണ് എസ് എൻ നെറ്റിന്റെ ഡെഫിനിഷൻ.
അത് റീമാൻ സമ്മിൽ നമ്മൾ പറഞ്ഞിരുന്ന വാല്യൂ തന്നെ സിഗ്മ ഈക്വൽ ടു 1 എഫ് ഓഫ് ഓരോ ഇന്റർവെലിൽ നിന്നും സെലക്ട് ചെയ്യുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇന്റർവെലിന്റെ വിഡ്ത്ത് എഫ് ഓഫ് സൈ. ഇങ്ങനെ ഇതിനെ ഓർത്തിരിക്കുക, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പഴയ റീമാൻ സം തന്നെ ഓർത്താൽ മതി. അതിനെയാണ് നമ്മൾ റീമാൻ നെറ്റ് എന്ന് വിളിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല, പഴയ കാര്യം തന്നെയാണ്. നിങ്ങളത് മനസ്സിലാക്കി റീമാൻ നെറ്റ് എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കുക. ഡയറക്റ്റഡ് സെറ്റ് അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നു. ഡയറക്റ്റഡ് സെറ്റിലെ ഒരു പോയിന്റിൽ പാർട്ടീഷനുമായിട്ട് ബന്ധമുണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത പോയിന്റുമായിട്ട് ബന്ധമുണ്ട്. പാർട്ടീഷൻ മാറിയാലും സെലക്ട് ചെയ്ത പോയിന്റ്, ഒരേ പാർട്ടീഷനിൽ സെലക്ട് ചെയ്ത പോയിന്റ് മാറിയാലും ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മളുടെ SN എന്ന് പറയുന്ന പോലെ SP സൈഡ് വാല്യൂ. ദാറ്റ് ഡിഫൈൻസ് ദ റീമാൻ നെറ്റ്. ഓക്കെ, താങ്ക് യു.